അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രേണികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തായിരുന്നു ശ്രേണികൾ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത് എന്നിങ്ങനെ ക്രമമായിട്ട് ഉള്ള ഒരു കൂട്ടം സംഖ്യകളായിരുന്നു ശ്രേണി എന്ന് പറഞ്ഞത്. ഓർമ്മയില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സമാന്തര ശ്രേണികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇരട്ട സംഖ്യകൾ എല്ലാവർക്കും അറിയാലോ. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് 2, 4, 6. ഇതിലെ അടുത്ത സംഖ്യ നമുക്കറിയില്ലേ, 2, 4, 6 അങ്ങനെ തുടർന്ന് പോവേ. അപ്പോൾ അടുത്ത സംഖ്യ എത്രയാണ്? 8 അതായത് 2 തുടങ്ങി 2 കൂട്ടി പോകുന്നതാണ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഓക്കെ. ഇനി ഒറ്റ സംഖ്യകൾ ശ്രേണി ഏതാ? 1, 3, 5. അടുത്ത സംഖ്യ ഏതാ? 7. അതായത് 1 തുടങ്ങി 2 കൂട്ടി പോകുന്നു. ഇനി എണ്ണൽ സംഖ്യകളുടെ പകുതി എടുത്താൽ 1/2, 1, 1, 1/2 അങ്ങനെ പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1/2 1/2 കൂട്ടിയാലല്ല 1 കിട്ടുക. അതായത് 1/2 തുടങ്ങിയിട്ട് 1/2 കൂട്ടി പോകുന്ന ശ്രേണി. ഇനി വേറെ ഒന്നെടുക്കുക. ബഹുഭുജങ്ങളെ വശങ്ങളുടെ എണ്ണത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ എടുത്താൽ അതിൻ്റെ പുറം കോണുകളുടെ തുകയായി കിട്ടുന്ന ശ്രേണി എന്ന് പറഞ്ഞാൽ 360, 360, 360 തന്നെയായിരിക്കും. അതായത് 360 തുടങ്ങിയിട്ട് 0 കൂട്ടി പോകുന്നു. ഇനി 100 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്ന് ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം ലിറ്ററിൽ കണക്കാക്കിയാൽ എങ്ങനെ പറയാം? അത് 100 ലിറ്റർ ആകെ വെള്ളമുണ്ട്. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോവുകയെന്ന്. അപ്പോൾ ആദ്യം 1 മണിക്കൂർ കഴിഞ്ഞാൽ 95, പിന്നെ വീണ്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ 90, വീണ്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ 85 അങ്ങനെ പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 95 തുടങ്ങിയിട്ട് 5 കുറയായിരുന്നത് അല്ലേ. ഇതിന് നമുക്ക് വേറെ എങ്ങനെ പറയാം? -5 കൂട്ടി പോവുകയെന്ന് കൂടെ പറയാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 5 ശ്രേണികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പട്ടികപ്പെടുത്തിയാൽ അതിലൊന്നിൻ്റെ നിയമം ശ്രേണി എന്ന് പറഞ്ഞിട്ട് പട്ടികപ്പെടുത്താൻ നോക്കാം. ആദ്യം പറഞ്ഞത് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയല്ലേ. 2 തുടങ്ങി വീണ്ടും 2 കൂട്ടുക ചെയ്യുന്നത് 2, 4, 6. ഇനി ഒറ്റ സംഖ്യകളിലോ? ഒറ്റ സംഖ്യകളിൽ ഏതാ തുടക്കം? 1. 1 തുടങ്ങിയിട്ട് വീണ്ടും എന്ത് കൂട്ടുന്നു? എന്താ കൂട്ടുന്നത്? 2 കൂട്ടുന്നു. ഓക്കെ. ഇനി അടുത്തത് 1/2, 1, 1, 1/2. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1/2 തുടങ്ങി 1/2 കൂട്ടുന്നു. വീണ്ടും 1/2 കൂട്ടുക. ഇവിടെ 360 എന്ന് പറയുമ്പോൾ 360 തുടങ്ങിയിട്ട് എത്രയാണ് കൂട്ടുന്നത്? വീണ്ടും 0 കൂട്ടുക. ഇവിടെ 95, 90, 85 അങ്ങനെ പോകുമ്പോൾ എന്താ? 95 തുടങ്ങി 5 കുറയായിരുന്നത് അല്ലേ. അതിന് നമ്മൾ എങ്ങനെ പറഞ്ഞു? -5 കൂട്ടുക എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം പൊതുവായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതായത് ഒരേ സംഖ്യ തന്നെയാണ് എല്ലാ സംഖ്യകൾ കൂടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ശ്രേണികൾക്ക് പൊതുവായിട്ട് എന്താ പറയാമെന്ന് നോക്കാൻ പോകുന്നു. അതായത് ഒരു സംഖ്യയിൽ തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുമല്ലേ നടക്കുന്നത്. ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് നമ്മൾ എന്ത് പറയുക? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് എന്ത്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. കൺഫ്യൂഷൻ ഒന്നുമില്ലായിരിക്കും. ഒരു സംഖ്യയിൽ തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് എന്ത്? സമാന്തര ശ്രേണി ഓർ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിലെ ശ്രേണിയിലെ സംഖ്യകൾ നമ്മൾ പറയാമെന്ന് വെച്ചാൽ ശ്രേണിയിലെ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്ന് പറയും. ശ്രേണിയിലെ സംഖ്യകൾക്ക് ശ്രേണിയിലെ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിയാൽ 1/2, 1, 1, 1/2 ശ്രേണി എടുക്കും. അപ്പോൾ നമ്മൾ പദങ്ങൾ എന്താണെന്ന് പറഞ്ഞല്ലേ. 1/2, 1, 1/2 എന്ന് പറഞ്ഞാൽ ശ്രേണി എടുത്താൽ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാം പദം എന്ന് പറയും. ഒന്നാം പദം. ഈ 1 എന്ന് പറയുന്നത് രണ്ടാം പദം. ഈ 1/2 മൂന്നാം പദം അങ്ങനെ പറയും. ഓക്കെ. അപ്പോൾ പദങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ ശ്രേണിയിലെ.
അങ്ങനെയാണത്. സമാന്തര ശ്രേണികളെക്കുറിച്ച് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. എന്താ പറയാം? സമാന്തര ശ്രേണിയിൽ ഏതു പദത്തിൽ നിന്നും തൊട്ടടുത്ത പദത്തിലെത്താൻ കൂട്ടേണ്ടത് ഒരേ സംഖ്യയാണ്. ഒന്നുകൂടെ നോക്കിക്കോ. സമാന്തര ശ്രേണിയിൽ നിന്ന് ഏത് പദത്തിൽ നിന്നും തൊട്ടടുത്ത പദത്തിലെത്താൻ കൂട്ടേണ്ടത് ഒരേ സംഖ്യയാണ്. നോക്കിയവിടെ 1/2 1/2 കൂട്ടി 1 കിട്ടി. ഇവിടുന്ന് 1 1/2 കൂട്ടി 1 1/2 കിട്ടി. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? ഇനി വേറെ രീതിയിൽ എങ്ങനെ പറയാം? സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കിട്ടാൻ കുറയ്ക്കേണ്ടത് ഒരേ സംഖ്യയാണ്. സമാന്തര ശ്രേണിയിൽ നിന്ന് ഏത് പദത്തിൽ നിന്നും തൊട്ട് പിന്നിലുള്ള പദം കിട്ടാൻ കുറയ്ക്കേണ്ടത് ഒരേ സംഖ്യയാണ്. നോക്കിക്കേ. 1/2 1/2 കുറച്ചാൽ 1 കിട്ടും. 1/2 കുറച്ചാൽ 1/2 കിട്ടും. അപ്പോൾ സമാന്തര ശ്രേണിയിൽ തൊട്ടടുത്ത പദം കിട്ടാൻ കൂട്ടേണ്ടത് ഒരേ സംഖ്യയാണ്. തൊട്ട് പിന്നിലുള്ള പദം കിട്ടാൻ കുറയ്ക്കേണ്ടതും ഒരേ സംഖ്യയാണ്. ഇങ്ങനെ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന ഈ സംഖ്യയാണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. നോക്കാം. 10, 13, 16, 19, 22 എന്ന് പറയുന്ന ശ്രേണികൾ. ഇതിൽ 10 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പദം. 13 രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 13 10 ഓർക്കുക എത്രയാണ്? 3. 16 13 കുറച്ചാൽ എത്രയാണ്? 3. അപ്പോൾ 3. ഇവിടെയോ 10 7 4 1 -2 അങ്ങനെ. ഇതെന്താ സംഭവിക്കുന്നത്? 7 10 കുറച്ച് വെക്കുക എത്രയാണ്? 7 10 കുറക്കാൻ പറ്റില്ലല്ലോ. 10 7 കുറച്ച് വെക്കുക എത്രയാണ്? 3. അതായത് -3 ആണ് പൊതുവ്യത്യാസം. -3 കൂട്ടി പോകുന്നതല്ലേ. അപ്പോൾ സമാന്തര ശ്രേണി പദങ്ങൾ പിന്നെ പൊതുവ്യത്യാസം. സമാന്തര ശ്രേണിയിൽ നിന്ന് ഒരേ സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരേ സംഖ്യേനെ കൂട്ടി പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. അതിലെ സംഖ്യകളാണ് ശ്രേണിയിലെ സംഖ്യകളാണ് എന്ത്? പദങ്ങൾ. അത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം അങ്ങനെ പറയും. പിന്നെ പൊതുവ്യത്യാസം എന്താണ്? ഏത് പദത്തിൽ നിന്നും തൊട്ട് പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയും. ഇനി നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണോ? 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി ഏതൊക്കെയാണ്? 4 7 10 അല്ലേ? 10 അങ്ങനെ പോകും. ഇങ്ങനെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്നതല്ലേ? ഇതെങ്ങനെ സമാന്തര ശ്രേണിയാണെന്ന് എങ്ങനെയാണ് നോക്കുക? നമ്മൾ പൊതുവ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? 7 4 കുറക്കുക എത്രയാണ്? 3. അതുപോലെ 10 7 കുറക്കുക എത്രയാണ്? 3. ഇതെല്ലാം 1 കിട്ടുന്നില്ലേ? പൊതുവ്യത്യാസം 1 തന്നെയല്ലേ? ഇങ്ങനെയുള്ള ശ്രേണികളാണ് എന്ത്? സമാന്തര ശ്രേണി. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളെ ശ്രേണി സമാന്തര ശ്രേണിയാണ്. ഇനി 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്നല്ലാത്ത സംഖ്യകളുടെ ശ്രേണിയെ നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്നല്ലാത്ത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 വരാം, 2 വരാം, 3 വരാം. 3ൻ്റെ ഗുണിതങ്ങളും ആവാം. അപ്പോൾ നോക്കിയാൽ 2 3 5 6 8 അങ്ങനെ പോകും. ഇത് സമാന്തര ശ്രേണിയാണോ നോക്കാൻ 3ൽ നിന്ന് 2 കുറക്കുക എത്രയാണ്? 1. 5ൽ നിന്ന് 3 കുറക്കുക 2. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി 2 വ്യത്യാസമല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം ഒന്നല്ലാത്തതുകൊണ്ട് എന്താ? സമാന്തര ശ്രേണിയല്ല. അപ്പോൾ ഈ പൊതുവ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത്. ശ്രേണി കിട്ടിയാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഭാഗമാണ് ശ്രേണി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ 3 5 7 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്ര എന്നൊരു ചോദ്യം തരുന്നു. ശ്രേണി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു സമാന്തര ശ്രേണിയാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണിയാണെന്ന് അടുത്ത പദം 9 ആണെന്ന് കരുതും. 9 എന്ന് വേണമെങ്കിൽ പറയാം, 11 എന്നും പറയാം. അതങ്ങനെ 11 വരുന്നതെന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയോ ആകാം. അപ്പോൾ സമാന്തര ശ്രേണി എന്ന് പറയാണ്ട് നമുക്ക് അടുത്ത പദം, അതായത് ശ്രേണിയുടെ നിയമം പറയാണ്ട് നമുക്ക് അടുത്ത പദം കണ്ടെത്താൻ പറ്റില്ല. അതായത് ശ്രേണിയുടെ നിയമം എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലുള്ള ശ്രേണിയാണ്. ശ്രേണിയുടെ പൊതുവായ സ്വഭാവം പറയാതെ ഒരിക്കലും അടുത്ത പദം കണ്ടെത്താൻ പറ്റില്ല. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.